എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ ഈ വർഷത്തെ ഓണ റെസിപ്പി സീരീസിലെ അവസാനത്തെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാലട പായസം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ ഒരു 4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് 200 ഗ്രാം അട ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അട ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ കട്ടയില്ലാതെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒന്ന് തിളച്ച് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അതായത് ഇപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചിട്ട് പാത്രം ഒന്ന് ഇറക്കി വയ്ക്കാം. ഒരു 15-18 മിനിറ്റോളം ഇതിരുന്നൊന്ന് വെന്ത് വരണം. അട ഇങ്ങനെ ഇരുന്ന് വെന്തോളും. ഞാനിത് ഇറക്കി വയ്ക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ പാലടയ്ക്ക് ആവശ്യത്തിനുള്ള പാൽ എടുക്കാം. പാൽ ഞാൻ ഒരു പാത്രത്തിലെടുത്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 1.5 ലിറ്റർ പാലാണ്. ഇതിൻ്റെ 1/4 ഭാഗം നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പാൽ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ തന്നെ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കാം. പാൽ തിളച്ച് തൂകി പോകാതെ നല്ലതുപോലെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. നല്ലതുപോലെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/4 ഭാഗം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അട ചേർത്ത് കൊടുക്കാം. ഈ അട ഞാൻ 1-2 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. കഴുകി ആ കട്ട ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് മാറ്റിയിട്ട് ഒന്ന് വിടർത്തിയിട്ട് കൊടുത്തിട്ട് ആണ് പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കൈയെടുക്കാതെ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ ഈ യൂട്യൂബ് യാത്രയിൽ എനിക്ക് ഒരുപാട് സന്തോഷം നൽകിയ ഒരു കാര്യമുണ്ട്. എൻ്റെ ചാനലിൽ നിന്ന് എനിക്ക് ഒരു വരുമാനം ലഭിച്ചു തുടങ്ങിയത് ഈ വർഷമാണ്. എനിക്കതൊരു വരുമാനം എന്നതിലുപരി ഇത്രയും നാളായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം പോലെയാട്ടോ എനിക്ക് തോന്നിയത്. നിങ്ങളൊക്കെ എൻ്റെ വീഡിയോകൾ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വരെ എത്താനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോടെല്ലാവരോടും ഞാൻ ഒരുപാട് നന്ദിയും സ്നേഹവും ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. നന്നായിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം. ഈ അട ഒരുവിധം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മുടെ അട ഇത് വെന്ത് വരില്ല. അപ്പോൾ ഏകദേശം ഒന്ന് നന്നായിട്ട് വെന്തൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ ഒരുപാട് നമ്മൾ താമസിച്ച് പോകാനും പാടില്ല. പാൽ ഒരുപാട് പറ്റുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഈ അടയിലേക്ക് നല്ലതുപോലെ മധുരമൊന്നും പിടിച്ച് വരില്ല. അപ്പം ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിനി ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് അതിലേക്കാണ് ഏലയ്ക്ക പൊടിച്ച് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനെയും നമുക്ക് കുറച്ച് മധുരം ഇനി ഇതിലേക്ക് വരും. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് ഞാൻ ചേർക്കുന്നില്ല. പൊടിച്ചിട്ട് ഏകദേശം 1 ടീസ്പൂണോളം ഏലയ്ക്കാപ്പൊടി ഞാൻ ചേർക്കുന്നുള്ളൂ. ഏലയ്ക്കയും പഞ്ചസാരയുള്ള മിക്സ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് പാൽപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ പാലട നല്ല തിക്കായിട്ട് പെട്ടെന്ന് കിട്ടാനും നല്ലൊരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഈ സമയം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പരിധി വരെ നമുക്കിത് അടിയിൽ പിടിക്കാതിരിക്കാൻ സഹായമാകും. പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടും നമ്മുടെ ഈ ഒരു പാലടയ്ക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാനൊരല്പം പാലിൽ തന്നെ ഒന്ന് കലക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ നമുക്ക്
ഒന്ന് കുറുക്കിയെടുക്കാനുണ്ടത്. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. ഇതുപോലെ ഈ പാത്രത്തിലൊക്കെ പിടിച്ചിരിക്കുന്ന ഈ പാലിൻ്റെ പാട നമുക്ക് നല്ലതുപോലെ ഇത് ഏകദേശം ഒരു നെയ്യുടെ ഫോമിലായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കിട്ടുക നമ്മുടെ ഈ ഒരു പാലടയ്ക്ക്. ഇത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇത് കട്ടയാക്കുന്നില്ല നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ലെങ്കിൽ ഇത് കഴിക്കുന്ന സമയത്ത് ഒരു സുഖം ഉണ്ടാവില്ല ഈ കട്ട ഇങ്ങനെ. ഇത് കട്ട നന്നായിട്ട് സോഫ്റ്റായി വരാനും കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നല്ലതുപോലെ തന്നെ നമ്മൾ ഇളക്കിയിട്ട് ആ കട്ട ഇത് ഉടഞ്ഞു പോയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. നല്ലതുപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഈ സമയം അടിക്ക് പിടിക്കാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഈ സമയം ഞാൻ മധുരമൊക്കെ പാകമാണോ നോക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം മധുരമൊക്കെ കൂടെ പാകത്തിനാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മധുരം ആവശ്യത്തിനുണ്ടത്. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒരല്പം അധികമായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 1 ടീസ്പൂണോട്ട് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. ഇത് സത്യത്തിൽ പാലടയ്ക്ക് ഇത് നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷേ ഞാൻ കുറച്ച് ചേർക്കുകയാണ്. നമ്മുടെ വീഡിയോയ്ക്കും ഒരു ഭംഗി, പിന്നെ കടിക്കാനായിട്ടൊരു ടേസ്റ്റ് ആണല്ലോ ഇത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് കടിക്കാം. പിന്നെ ഞാൻ കിസ്മിസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 2 കളർ ചേർക്കുന്നുണ്ട്. അതും ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. ഇതിവിടെ ചേർത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ പാലടയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ഓണം ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ ഈ ഓണ സീരീസിലെ ഓരോ റെസിപ്പിയും സ്നേഹത്തോടെ കണ്ടതിനും അഭിപ്രായങ്ങൾ പറഞ്ഞതിനും എന്നെ പ്രോത്സാഹിപ്പിച്ചതിനും ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ 10 മിനിറ്റ് അടച്ച് വെച്ചിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ ഞാനിത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് പാലട നല്ല കിടിലം ഫോമിലായിട്ടുണ്ട്. വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.